കടങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീട്ടിൽ ഒരു ഫാമിലിയായിട്ട് സമാധാനത്തോടെ ജീവിക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാൽ മതി. പക്ഷെ കുറച്ച് കടങ്ങളും അതുപോലെ കുറച്ച് ബാധ്യതകളും എന്തെങ്കിലുമൊക്കെ കൂടുതൽ അച്ചീവ് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയേ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ദുബായിക്ക് പോകുന്നത്. ദുബായി പോയി 1.5 വർഷത്തോളം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. കാര്യങ്ങൾ വിചാരിച്ച രീതിയിലൊന്നും നടന്നില്ല. ജോലിയൊന്നും കിട്ടിയില്ല. അല്ല, ജോലിയോടെയാണ് പോകുന്നത്. ഒരു ജോലി കിട്ടിയിട്ടാണ് പോകുന്നത്. ദുബായ് റിയൽ എസ്റ്റേറ്റിലല്ല, ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റിലെ ജോലിയാണ് ചെയ്യുന്നത്. അതായത് അവിടെ നിന്നുകൊണ്ട് NRIസിന് ഈ നോർത്തിലുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ പൂനെ, നോയിഡ പോലത്തെ സ്ഥലങ്ങൾ സെല്ല് ചെയ്യായിരുന്നു ഞാൻ ആദ്യം ഒരു കമ്പനിയിലിരുന്നുകൊണ്ട് ചെയ്തിരുന്നത്. പക്ഷേ എനിക്കതിലൊരു ഒട്ടും കൺവിക്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കാണാത്തൊരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ വിൽക്കുന്നത്. ഞാൻ പൂനെ പോയിട്ടില്ല, ഞാൻ നോയിഡയിൽ പോയിട്ടില്ല, പക്ഷെ ഞാൻ അവിടെ ഇങ്ങനെയുണ്ട് അവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് സ്വയം ഒരു കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സെയിൽസ് വരുന്നില്ലായിരുന്നു. 1 വർഷത്തോളം അങ്ങനെ പോയി. അങ്ങനെ 50 ലക്ഷം ഉണ്ടായിരുന്ന കട 70-ലോട്ടും 75-ലോട്ടും പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ കച്ചവടം കുറഞ്ഞുകൊണ്ട് തന്നെ അവരെന്നോട് മൂവ് ചെയ്യാൻ പറയുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒട്ടും എന്താ പറയുക, ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല, നീ നിന്നിട്ട് കാര്യമില്ല, നാട്ടിലോട്ട് തിരിച്ചു പോകുന്നവരെ അവരെന്നോട് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ സ്വയം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ബി ട്രൈ ചെയ്യണമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടെ വീഡിയോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു സെൽഫി ആയിട്ട് ഞാൻ ക്യാമറ വെച്ച് ഞാൻ വീഡിയോസ് ചെയ്ത് തുടങ്ങിയതാണ്.